രാരി രേ രാ രാരി രാരി രാ രേ രാരി രേ രാ രാരി രാരി രാ രേ രാരി രാ രേ. നാടൻ പാട്ടിലേക്ക് വന്നത് ചെറുപ്പം മുതൽ അച്ചാച്ചനൊക്കെ അടിപൊളിയായിട്ട് പാടും. അച്ചാച്ചൻ പണ്ടത്തെ നാടൻ പാട്ട് കലാകാരനാണ്, കാവ് കലാകാരനാണ്. അച്ചാച്ചൻ്റെ തണ്ടാൻ പടി കൂടി പോകുമ്പോഴേ ദൈവേ തണ്ടാൻ പണി വേല കണ്ടു നിന്നെ. കുറേ കഷ്ടപ്പെടുന്നുണ്ട് കുറേ കലാകാരന്മാർ ഇപ്പോഴും. നമ്മളൊരു പാട്ട് ഒരാളുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ്, ചേട്ടാ എൻ്റെ ഒരു പാട്ടുണ്ട്, എനിക്കിത് പ്രൊഡ്യൂസ് ചെയ്യാൻ പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്, ചേട്ടൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പാട്ട് കേൾക്കുമ്പോൾ മിക്ക ആൾക്കാരും ആദ്യം പറയാ നമുക്ക് നോക്കാം, പിന്നെ പിന്നെ അവർ വിളിക്കില്ല. തക തക തിന്തോ തിന്താര തക തക തിന്തിമി തിന്താര തിന്തോ തിന്താര തക തക തിന്തിമി തിന്താര. ഇപ്പോൾ ടീമിൻ്റെ പേര് തന്നെ ബാനർജീസ് കനൽ എന്നാണ്. കനലായിരുന്നു ആദ്യം, നമ്മളിതിപ്പോൾ ബാനർജീസ് കനൽ എന്നാക്കിയിട്ടുണ്ട്. പിന്നെ മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി, ഇടിവെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി. ഇടി വെട്ടിക്കൊണ്ടിരിക്കണം, മഴ പെയ്യുന്നുണ്ട്, ഇടിയൊക്കെ വെട്ടുന്നുണ്ട്, നിങ്ങൾ സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോഴാണ് ഈ പാട്ട്. നമുക്ക് മരം കൊട്ടാനൊക്കെ നമ്മൾ ഭയങ്കര ആഗ്രഹിക്കും. നമ്മൾ ഒരു വട്ടം ഒന്ന് വന്ന് കൊട്ടാനൊക്കെ പറഞ്ഞ് അത്തിന്തോ തിന്തിന്തോ തകതയ്യതിനെന്തോ തകതിന്തോ തിന്തിന്തോ തകതയ്യതിനെന്തോ. ഇത്ര ദിവസം പ്രോഗ്രാമിന് മാറിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് വീട്ടിൽ അത്ര അവസ്ഥ ഭയങ്കര ഭീകരമാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പ്രോഗ്രാമിന് വിടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. വീട്ടുകാർ സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് ഒന്നും നടക്കില്ല. വീട്ടുകാർ ചെമ്പാവും പാടത്തെ ചാത്തനും നീലിയും തമ്പ്രാൻ പാടി കടന്നേ തെയ്യന്താര തകതാര തകതിമിതാര തകതിമിതാര തകതിമിതോ. രാരി രേ രാ രാരി രാരി രാ രേ രാരി രേ രാ രാരി രാരി രാ രേ രാരി രാ രേ. നമസ്കാരം. ഗ്രാമവിശേഷങ്ങളുടെ പ്രേക്ഷകർക്ക് പ്രതിഭകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ഒരുപാട് കാലമായി നമ്മളിപ്പോൾ ഒരുമിച്ച് കണ്ടുമുട്ടിയിട്ട്, അതായത് അവസാനമായിട്ട് കണ്ടത് നമ്മൾ മണികണ്ഠൻ വയനാടിനെയാണ് നമ്മൾ കണ്ടത്, നാടൻപാട്ട് കലാകാരനായിട്ട് നമ്മൾ അവതരിപ്പിച്ചത്. ഇപ്പോൾ നമുക്ക് വീണ്ടും ഒരു പ്രതിഭാധനനായ ഒരു കലാകാരനെ കണ്ടുകിട്ടിയിരിക്കുകയാണ്. വളരെ യാദൃശ്ചികമായിട്ടാണ് കണ്ടുമുട്ടിയത്. അങ്ങനെ പ്രിപ്പയർ ഒന്നും ചെയ്ത് വിളിച്ചു വരുത്തി അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല, വളരെ യാദൃശ്ചികമായിട്ട് ഇവിടെ കോടാലി ഗവൺമെൻറ് LP സ്കൂളിൽ, വേദിയും പറയാം, കോടാലി ഗവൺമെൻറ് LP സ്കൂളിൽ വെച്ചാണ് അദ്ദേഹത്തെ കണ്ടുമുട്ടിയത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വേറെ മുഖവരിയൊന്നും ഇന്ന് പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നാടൻപാട്ടിനെ അറിയുന്നവർക്ക്, നാടൻപാട്ടിനെ സ്നേഹിക്കുന്നവർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പോൾ അരുൺ യുവ എന്നോ അരുൺ വാസുപരെന്നോ അരുൺ കനലെന്നോ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. അരുൺ എന്താണ് പറയേണ്ടത്? അരുണിൻ്റെ പേര് അരുൺ വിളിച്ചാൽ മതി, അങ്ങനെ എന്ത് വിളിച്ചാലും സന്തോഷം. അപ്പോൾ അരുണാണ് നമ്മുടെ കൂടെയുള്ളത്. അരുൺ യുവ എന്ന് തന്നെ പറയാം. അരുൺ യുവ എന്ന പേര് തന്നെ വളരെയധികം ഫേമസ് ആണ് ഇന്ന്. അത് എങ്ങനെ നോക്കി കാണുന്നു, ആ പേരിനെ തന്നെ ഇന്ന് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നു. ആ പേര് വെച്ച് തന്നെ ഇന്ന് യൂട്യൂബിൽ ഒരുപാട് സെർച്ച് നടക്കുന്നു, തിരയുന്നു ആളുകൾ. ഗ്രാമവിശേഷങ്ങളിൽ അരുണിൻ്റെ ഒരു പാട്ട് കണ്ടിട്ട് അരുണിൻ്റെ നമ്പർ തരുമോ എന്ന് ചോദിച്ച് ഒരുപാട് പേര് നമ്മളെ ബന്ധപ്പെടാറുണ്ട്. അതിൻ്റെ ഇടയിൽ കമൻസ് വരാറുണ്ട്. അപ്പോൾ അതിനെങ്ങനെ നോക്കിക്കാണുന്നു? ഇത്രത്തോളം വലിയൊരു ആരാധക വൃന്ദത്തെ ഒരു ചെറിയ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു. അതിനെങ്ങനെ നോക്കിക്കാണുന്നു? ഒന്നൊരു എന്താ പറയുക, പ്ലാൻ ചെയ്തോ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. വയലിപ്പോൾ ഒരു വേദിയിൽ ഇന്ന പാട്ട് പാടണം അങ്ങനെയൊക്കെ വരുമ്പോൾ പാടിപ്പോകുമ്പോൾ എന്തുകൊണ്ടോ നമ്മുടെ പാട്ടിന് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നമ്മളെ കൂടെ ചേർത്ത് പിടിക്കാനും അവരങ്ങനെ ചേർത്ത് പിടിക്കാനും ഇഷ്ടപ്പെടുകയാണ്. പിന്നെ നമുക്ക് എന്താ പറയുക, നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്താ പാട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മളെക്കാളും കൂടുതൽ അവർ ആസ്വദിക്കുന്നത് നമ്മുടെ പാട്ടിനെ ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതലും നമ്മുടെ കൂടെ ഇപ്പോഴും ഉള്ളത്. വളരെ വലിയൊരു കാര്യമാണ് പറഞ്ഞത്, വളരെ സത്യസന്ധമായ കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു കലാകാരൻ അദ്ദേഹത്തിൻ്റെ കലയിലൂടെയാണ് എപ്പോഴും ജീവിക്കുന്നത് എന്ന സന്ദേശം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അരുൺ യുവ എന്ന പേരെങ്ങനെയാണ് ഉണ്ടായത്? അത് ഞങ്ങൾക്കൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു, നമ്മുടെ യുവസംഗമം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾ കുറച്ച് ചേട്ടന്മാരും
ഞങ്ങൾ കുറച്ച് അനിയന്മാരൊക്കെ കൂടിയിട്ടുള്ള ഒരു ക്ലബ്ബായിരുന്നു. അപ്പോൾ അന്നത്തെ ടൈമിൽ FB ഒക്കെ ആയിരുന്നു, അന്ന് ഇൻസ്റ്റ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും അഖിൽ യുവ അങ്ങനെയൊക്കെ ഇട്ടപ്പോൾ ഞാനും ആ കൂട്ടത്തിൽ ഒരു ചേട്ടന്മാരെല്ലാവരും ഇട്ടപ്പോൾ ഞാനും ഇട്ടു അരുൺ യുവ. പിന്നീട് അത് ഇൻസ്റ്റയിൽ അങ്ങനെയായി, അത് അങ്ങനെ ഇട്ടുപോയി. പിന്നെ ആ പാട്ടങ്ങനെ കയറിപ്പോയപ്പോൾ ആ പേരും കൂടി അതിനനുസരിച്ച് എല്ലാവരും പിന്നെ അങ്ങനെ വിളിച്ചു തുടങ്ങി. എല്ലാ രീതിയിലും അരുൺ യുവ അരുൺ യുവ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഡെഡ് മാൻ എന്ന് വിളിക്കുന്ന പോലെ ഇപ്പോൾ എല്ലാവരും അരുൺ യുവ തന്നെ വിളിക്കുന്നത് മൊത്തത്തിൽ. അപ്പോൾ ക്ലബിൻ്റെ ആ പ്രവർത്തനത്തിൽ നിന്നാണോ നാടൻ പാട്ടിലേക്ക് നമ്മൾ വന്നത്? അതോ നാടൻ പാട്ടിലേക്ക് വന്നത് ചെറുപ്പം മുതൽ അച്ചാച്ചനൊക്കെ അടിപൊളിയായിട്ട് പാടും. അച്ചാച്ചൻ പണ്ടത്തെ നാടൻ പാട്ട് കലാകാരനാണ്, കാവ് കലാകാരനാണ്. അച്ചാച്ചൻ്റെ പാട്ടൊക്കെ കേട്ട് പിന്നെ പണ്ട് തൊട്ട് വട്ടമുടി കളിക്കാൻ പോവുക, അങ്ങനെ നമ്മുടെ നാടൻ കലാരൂപങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പാട്ടുകളൊക്കെ പാടി അങ്ങനെ വന്നതാണ്. പെട്ടെന്ന് ഒരു എന്താ പറയുക, പെട്ടെന്നൊരു നിമിഷം കൊണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ വന്നതല്ല, കഷ്ടപ്പെട്ടിട്ടുണ്ട് കുറേ. നമ്മളൊരു എല്ലാ വേദിയിലും ഒരുവിധം കാവിലായാലും സ്റ്റേജിലായാലും ഇഷ്ടംപോലെ പാടിയിട്ടുണ്ട്, കോലൊക്കെ കേട്ടിട്ടുണ്ട് കുറേ. അങ്ങനെ ഇപ്പോൾ കേൾക്കാറുണ്ട് ഇഷ്ടംപോലെ. അത് നമ്മൾ എന്താ പറയുക, അടുത്ത വേദി നമുക്ക് അടിപൊളിയാക്കാൻ നോക്കുക, ഇനിയത്തെ പാട്ട് സൂപ്പറാക്കാൻ നോക്കുക, അങ്ങനെ തന്നെ നോക്കിയിട്ടുള്ളൂ. എപ്പോഴും ഈ ചിരിച്ചിരിക്കുക, ഏത് പാട്ട് പാടുമ്പോഴും അതിപ്പോൾ എന്താണെങ്കിൽ പോലും ചിരിച്ച് ഓഡിയൻസിൽ എത്തിക്കാൻ നോക്കുക. അങ്ങനെ വന്നതാണ് കയറി നിന്നു. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞൊരു സമുദായപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അതിൽ നിന്നുള്ള അനുഭവം, അച്ചാച്ചനിൽ നിന്നുള്ള ഒരു പാട്ടിൻ്റെ ഒരു പാരമ്പര്യം. അച്ചാച്ചൻ്റെ പേരെന്താണ്? അച്ചാച്ചനെ വാസൂരത്ത് എല്ലാവരും കുഞ്ഞുമണി എന്ന പേര് അച്ചാച്ചൻ്റെ. അമ്മയുടെ അച്ഛനാണ് കുഞ്ഞുമണി എന്നാ. വാസൂരത്ത് കുഞ്ഞുമണി എന്നൊന്നും പറഞ്ഞാൽ വാസൂരത്ത് അങ്ങനെ ആരും അറിയില്ല. അപ്പം അത്യാവശ്യം കോടലായാലും ഈ കലാകാരന്മാർക്കൊക്കെ എല്ലാവരും പറയാം കുഞ്ഞുമണി പറയുന്ന പറയുള്ളൂ. ആ ജാതി പേരും കൂട്ടി അന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴും അങ്ങനെ തന്നെ. ആ കുഞ്ഞുമണി പറയന്റെ പേരക്കുട്ടിയാണ്, അങ്ങനെയൊക്കെ പറയുള്ളൂ. വട്ടമുടി കളിക്കാരനാണ്. പിന്നെ അച്ചാച്ചൻ പാട്ടുകാരനും കൂടിയാണ്. നമ്മൾ കേൾക്കാത്ത കുറേ പാട്ടുകൾ അച്ചാച്ചൻ്റെ. പെട്ടെന്ന് എൻ്റെ ചെറുപ്പത്തിൽ ഒരു 5-ൽ 4 പഠിക്കുമ്പോൾ അച്ചാച്ചൻ മരിക്കുന്നത്. ഇപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ഇഷ്ടം പോലെ പാട്ടുകൾ കിട്ടിയായിരുന്നു പുള്ളിക്കാരനെ. കാലമിത്ര കഴിഞ്ഞാലും പൂമരങ്ങൾ കൊഴിഞ്ഞാലും ഓമരേ നിൻമുഖം ഞാൻ ഓർത്തു വച്ചിടാ. പൂന്തോണി തുഴയുമ്പോൾ ആ നിലാവിലലിയുമ്പോൾ ആ നിലാവിൽ മറക്കില്ല നിന്റെ രൂപം ഞാൻ. കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ജനവിഭാഗത്തിൻ്റെ വിഷമങ്ങളായിരുന്നു ഈ നാടൻ പാട്ടിൽ പ്രതിഫലിച്ചിരുന്നത്. അപ്പം എന്ത് നല്ല തീണ്ടലാണ് എന്ന് പാടുന്നത് അവരുടെ വിഷമത്തെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് പക്ഷേ നാടൻ പാട്ട് എന്ന് പറയുമ്പോൾ ഫുള്ളും ദൈവികമായ സ്തുതികളിലേക്ക് മാറുന്നൊരു കാഴ്ച വരുന്നുണ്ട്. അതിനെങ്ങനെ നോക്കി കാണുന്നു ആ ഒരു പ്രവണതയെ? സത്യം പറഞ്ഞ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം പറയാൻ ഞാനൊരു അത്ര വലിയ കലാകാരൻ അങ്ങനെ എനിക്കതിന് പറയാൻ പാടുണ്ടോ എന്ന് പോലും അറിയില്ല. നാടൻ പാട്ടുകളിൽ സ്വതവേ കൂടുതലും ഭക്തിയാണ് ഇപ്പോൾ കൂടുതലും കയറി വരുന്നത്. അതല്ലാണ്ട് പാടുന്ന പാട്ടുകളുണ്ട്. ഭക്തി എന്താ പറയുക, കച്ചവടമാക്കാൻ ഭയങ്കര പെട്ടെന്ന് എളുപ്പമായിരിക്കും. പ്രൊഡ്യൂസർമാരെ കിട്ടാനും കുറേ കഷ്ടപ്പെടുന്നുണ്ട് കുറേ കലാകാരന്മാർ ഇപ്പോഴും. നമ്മളൊരു പാട്ട് ഒരാളുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ്, ചേട്ടാ എൻ്റെ ഒരു പാട്ടുണ്ട്, എനിക്കിത് പ്രൊഡ്യൂസ് ചെയ്യാൻ പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്, ചേട്ടൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പാട്ട് കേൾക്കുമ്പോൾ മിക്ക ആൾക്കാരും ആദ്യം പറയാം നമുക്ക് നോക്കാം, പിന്നെ അവർ വിളിക്കില്ല. അത് ആ നേരത്ത് തിരിച്ചൊരു അമ്മ ദേവിയുടെ പാട്ട് അങ്ങനത്തെ എന്തെങ്കിലും ഭക്തിമാർഗമായിട്ടുള്ള എന്തെങ്കിലും കൊണ്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു തരാൻ ഇഷ്ടംപോലെ ആൾക്കാരാണ്. കാരണം അത് യൂട്യൂബിലൊക്കെ കയറി പൊക്കൂടും. കാരണം ഇഷ്ടംപോലെ ഭക്തന്മാരുണ്ട്. ഈ ദൈവസങ്കല്പമായിട്ട് നടക്കണ, അതൊരു വിമർശനമല്ല, ദൈവസങ്കല്പമായിട്ട് നടക്കണ ഇഷ്ടംപോലെ പേരുണ്ട്. അവർക്കൊക്കെ അമ്പലങ്ങളിൽ വയ്ക്കാനും വീട്ടിൽ വയ്ക്കാനൊക്കെ കൂടുതലും ഇങ്ങനത്തെ പാട്ടുകളായിരിക്കും ഇഷ്ടം. എന്തോ ഇപ്പോൾ വരുന്ന എല്ലാവരും പുതിയ വരുന്ന ചെറുപ്പക്കാരാണെങ്കിൽ പോലും കൂടുതലും അതുമയാണ് കയറി പിടിക്കുന്നതും ഏറ്റുപിടിക്കുന്നതും. ഓക്കെ അരുൺ, അപ്പോൾ വട്ടമുടിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പാട്ട് ഒരു 3-4 വരി നമുക്ക് വേണ്ടി ഒന്ന് പാടാമോ പ്രേക്ഷകർക്ക് വേണ്ടി? ഓക്കെ. ഈ പാട്ട്
ഇപ്പോൾ കുറേ പേര് പാടുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ ഞാൻ എൻ്റെ പോലെ കാവൊക്കെ വളർന്ന ഇഷ്ടംപോലെ കൊടകരൊക്കെ ഇഷ്ടംപോലെ കലാകാരന്മാരുണ്ട്, മുടി കളിക്കാരൊക്കെ. അവർക്കൊക്കെ കേട്ടിട്ടുണ്ടോ ഈ പാട്ട് കേട്ടേക്കുന്ന ഒരു ശൈലി? ഞങ്ങൾ കേട്ടേക്കുന്നത് വേറെ ഒരു, അങ്ങനെ പാടണം ആ പാട്ട് ശരിക്കും. അതിൻ്റെ 2-3 പേര് പാടാം. അതിരതിരേ അതിരമ്പം ദൈവേ ആതിരമാനന്ദിത്ര നേരം വൈകേ കേത്തരം കെട്ടി ചിറ്റി കിഴക്കോട്ട് തിരിഞ്ഞപ്പോഴേ സൂര്യ ഭഗവാന്റെ വരവും കണ്ടേ തണ്ടാൻ പടി കൂടി പോകുമ്പോഴേ ദൈവേ തണ്ടാൻ പണിവേല കണ്ടു നിന്നേ. ഇത് വളരെ മനോഹരമായിട്ട് പാടി. ഇതൊരു താളം, അത് ഓരോ പാട്ടിനും അതിൻ്റെതായ ഒരു താളമുണ്ട്. അതായത് ഇപ്പോൾ കൃഷിപ്പാട്ടാണെങ്കിൽ വേറൊരു താളമാണ്, ഇതിപ്പോൾ വട്ടപ്പൊടിയായിട്ട് അല്ലെങ്കിൽ കരിങ്കാളിയാട്ടമൊക്കെ ബന്ധപ്പെട്ട് വേറൊരു തരത്തിലുള്ള താളമാണ്. ഓരോ തരത്തിലുള്ള പാട്ടുകൾക്കും അതിൻ്റെതായ താളമുണ്ട്. പക്ഷേ ഇന്ന് പൊതുവെ നാടൻ പാട്ടുകൾക്കെല്ലാം ഒരേ താളമാണ്. പക്ഷേ ഈ ഇത്രയും വ്യത്യസ്തമായ പാട്ടുകൾ ഇവരുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അച്ചാച്ചനൊക്കെ പകർന്നു നൽകിയ ഒരു അനുഭവമാണ് ഇത്. ഇങ്ങനെയുള്ള പാട്ടുകൾ ഇവർക്ക് ലഭിക്കാൻ തന്നെ കാരണം ഇതൊന്നും ഒരിക്കലും വരമൊഴിയായിട്ട് ലഭിച്ചവയല്ല, ഇതൊക്കെ വാമൊഴിയായിട്ട് പകർന്ന് ലഭിച്ചവയാണ്. ഇന്ന് പോലും അത് എഴുതി ചേർത്ത ഒരു പുസ്തകമോ മറ്റോ ഒന്നും ഇന്നും ലഭ്യമല്ല. ആ പാട്ടുകളെല്ലാം ഒരു തലമുറകളായി കൈമാറി വന്നവയാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു മണ്ണിൻ്റെ ഗന്ധവും അല്ലെങ്കിൽ നാടിൻ്റെ തന്മയും ഒക്കെ ഉൾക്കൊള്ളുന്ന പാട്ടുകളും വരികളും ഒക്കെയാണ് അതിലുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മളിപ്പോൾ ഒരു ക്ലബിൽ നിന്നാണ് നമ്മൾ വളർന്നു വന്നത്. ആ ക്ലബ്ബ് നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നു. പിന്നീട് നമ്മൾ ഈ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വേലയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു അല്ലേ? എങ്ങനെയായിരുന്നു ആ അനുഭവങ്ങൾ, വേലയായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോഴുള്ള അനുഭവങ്ങൾ? വട്ടമുടി കെട്ടിയിരുന്നോ, പാട്ടുപാടായിരുന്നു? വട്ടമുടിയായിരുന്നു, കേട്ടില്ലേ? ഒരു ടൈം വരെ വട്ടമുടി കലാകാരനായിരുന്നു. മൊത്തം കെട്ടാനൊക്കെ ആയിരുന്നു കൂടുതലും നമ്മുടെ പാപ്പന്മാരെ കൂടെ പോവുക. നമ്മളെ അങ്ങനെയായിരുന്നു. നമുക്ക് മരം കൊട്ടാനൊക്കെ നമ്മൾ ഭയങ്കര ആഗ്രഹിക്കും. നമ്മൾ ഒരു വട്ടം വന്ന് കൊട്ടാനൊക്കെ പറഞ്ഞ് ഒരു +2 ഒക്കെ കഴിഞ്ഞ് സമയത്താണ് അതൊന്ന് കൊട്ടാൻ കിട്ടിയത്. മത്സരത്തിനൊക്കെ നമ്മൾ പോകാറുണ്ട്. കാവ് കൊട്ടിപ്പാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു രസമാണ്. ശരിക്കും ആസ്വദിച്ച് ചെയ്യണം. ഇപ്പം പോലും ഇഷ്ടംപോലെ ഈ ഫീൽഡിൽ നമ്മുടെ പോലെ ഇഷ്ടംപോലെ ചെറുപ്പക്കാരുണ്ട്. ഇപ്പോഴും കൊടകരൊക്കെ അടിപൊളി കലാകാരന്മാരുണ്ട്. മരം കൊട്ടി മുടി അടിപ്പാടുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അത് നമുക്ക് ഇവിടെ തട്ടിപ്പാടണം. കൊട്ടിപ്പാടുമ്പോൾ ഈ മരത്തിൽ കൊട്ടുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പാടി വരും ഓരോരുത്തരും, ഓരോ മരം കൊട്ടി കലാകാരന്മാരും വട്ടമുടി കലാകാരൻ. നല്ല രസമാണ്. എനിക്ക് ഇപ്പോഴും പോകണം തന്നെയാണ് ആഗ്രഹം. ഇതിനെ അപ്ഡേറ്റ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ഒരു പിന്നാലെ പോകുന്നതുകൊണ്ട് കൂടുതലും എന്നാലും ഒരുവിധം ഉള്ള ടൈമിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു നിമിഷം നമ്മൾ കഥ മാറാണ്. അതായത് കനൽ എന്ന ഒരു ബ്രാൻഡ് നെയിമിലേക്ക് അവിടെ അരുൺ യുവ എന്ന ഒരു പേര് പ്രത്യക്ഷപ്പെടുകയാണ്. അതിനെങ്ങനെ നോക്കി കാണുന്നു? അതെങ്ങനെ അവിടേക്ക് അരുൺ ഇവിടെ നിന്ന് എങ്ങനെ അവിടേക്ക് എത്തുന്നു? ആ കഥയൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ? തീർച്ചയായും. ഇവിടെ കോടാലിൽ നമുക്കൊരു ബാൻഡ് ഉണ്ടായിരുന്നു. ഇവിടെ അതൊരു ചെറിയൊരു എൻ്റെ കൂട്ടുകാരന്മാർ ഞങ്ങളൊക്കെ കൂടി +2 കൂട്ടുകാരന്മാരൊക്കെ കൂടി ഒരു ചെറിയൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, ആഹിരി എന്ന് പറഞ്ഞിട്ട്. ആദ്യം ആഹിരി അല്ലായിരുന്നു, ആദ്യം തെയ്യാട്ടായിരുന്നു. പിന്നീട് അത് ആഹിരിയായി പേര് മാറി. നമ്മുടെ പാട്ടുകൾ നമ്മൾ തന്നെ ചിട്ടപ്പെടുത്തിയ കുറേ പാട്ടുകളാണ് നമ്മൾ കൂടുതലും പാടാറ്. അത് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കൊരു സുപ്രഭാതത്തിൽ കുറച്ച് ടീമുകൾ പാടിത്തുടങ്ങി. പിന്നെ അത് കേരളത്തിലൊരുവിധം അത്യാവശ്യം നല്ല ടീമുകൾ പാടിത്തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ആഹിരിക്ക് എല്ലാവരും ജോലി സംബന്ധപ്പെട്ട് ഒരു ഏജ് ആയിക്കഴിഞ്ഞാൽ എല്ലാ കലാകാരന്മാർക്കും വീട്ടിലെ കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ കുറേ പേര് മാറിപ്പോയതും
അങ്ങനെ നമ്മുടെ ആഹിരിത്തെ മാനേജറുണ്ട് ആദർശ് കനലിലത്തെ മാനേജറുണ്ട് ആദർശേട്ടനായിട്ട് കോണ്ടാക്ട് ചെയ്ത് രണ്ടുപേരുടെയും പേര് ആദർശ് തന്നെയാണ്. ആദർശമുള്ളവരാണോ രണ്ടുപേരും? രണ്ടുപേർക്കും ആദർശങ്ങളുണ്ട്. രണ്ടുപേരും കോണ്ടാക്ട് ചെയ്ത് എന്നിട്ട് ആദർശമായിട്ട് എന്നെ വിളിച്ച് അവരോട് നിനക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിനക്ക് സംസാരിക്കായിരുന്നില്ലേ, അപ്പോൾ എന്നാ വരാൻ പറ്റാന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആദ്യത്തെ പ്രോഗ്രാം എനിക്ക് കനലിന് പോകാൻ പറ്റിയില്ല. ബാനർജണനായിട്ട് ഒരു വേദി പങ്കിടണമെന്നുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ നമ്മൾ ഇഷ്ടം പോലെ പാടിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് പുള്ളിയുടെ പാട്ടുകളൊക്കെ. പുള്ളിനെ ഇതുവരെ കണ്ടിട്ടുണ്ട് നേരിട്ട്, ഞങ്ങൾ കുറേ വേദികൾ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ കനലിൽ ആദ്യമായിട്ട് പാടാൻ പോകുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു നമുക്ക്. അങ്ങനെ ആദ്യത്തെ പ്രോഗ്രാമിൽ ചെന്ന് എനിക്ക് ഡ്രസ്സ് ഉണ്ടായിരുന്നില്ലേ, ഒരു കളർ കോഡ് കാര്യങ്ങളൊക്കെ. അപ്പം തന്നെ പോയി ഡ്രസ്സൊക്കെ എടുത്ത് ഷൂ ഒക്കെ മേടിച്ച് തന്ന് അങ്ങനെയാണ് കനലിലെ ആദ്യ പ്രോഗ്രാം. അങ്ങനെ ഒരു 2-3 പരിപാടി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ഓൺ പാട്ട് നമ്മൾ കൊണ്ടുവന്നു. അതിലങ്ങോട്ട് കയറിപ്പോയി. പിന്നെ ഇന്നെന്ന് പറഞ്ഞ അന്ന് കനലിൽ വന്നപ്പോൾ ഉള്ള ഒരു അനുഭവമാണ് പറഞ്ഞത്. ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുൺ യുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനലിൻ്റെ ഒരു മുഖമുദ്രയായി തന്നെ അരുൺ മാറിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഇപ്പോൾ ഈ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ 2ാം വാർഷികാഘോഷം, അതിൻ്റെ എൻ്റെ കേരളം പ്രദർശന വിപണന മേള, അതിൻ്റെ ഭാഗമായി കനൽ അവതരിപ്പിച്ച പരിപാടികളിലെല്ലാം അരുണിൻ്റെ 2-3 അതിലധികം പാട്ടുകളുണ്ടായിരുന്നു. വളരെ മനോഹരമായ ആളുകളൊക്കെ അതിനെ ആസ്വദിക്കുന്നൊരു കാഴ്ച കാണാൻ കഴിഞ്ഞു. അപ്പോൾ അരുണേ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ പാട്ടുകളെ ഒരു വാണിജ്യവൽക്കരിക്കുന്നത് കലാഭവൻ മണി എന്നൊരു വ്യക്തിയാണ്. പക്ഷെ അതിന് വേറൊരു തലത്തിലേക്ക് അത് മാറുകയാണ്. ആ നാടൻ പാട്ടുകൾ അത് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹം രൂപപ്പെടുത്തുകയാണ് ചെയ്തത്. പക്ഷെ നാടൻ പാട്ടിൻ്റെ അതേ തനിമയോടെ അവിടെ അതൊരു വിമർശനമല്ല, അതിനെ ആ കലയെ ഒരുപാട് പേർക്ക് ഒരു ധനസമ്പാദനം അല്ലെങ്കിൽ അവരുടെ ജീവിതം കരിപ്പിടിപ്പിക്കാൻ കാരണമായത് മണിയേട്ടൻ തന്നെയാണ്. അതിനൊരിക്കലും വിമർശിക്കുന്നില്ല. പക്ഷെ നാടൻ പാട്ടിനെ അതേ തനിമയോടെ അവതരിപ്പിച്ച, അങ്ങനെ അതിനെ വളർത്തിക്കൊണ്ടുവന്ന വ്യക്തി എന്ന് നോക്കി കാണുമ്പോൾ അവിടെ ബാനർജി എന്ന പേര് തന്നെയാണ് നമുക്ക് കേരളത്തിന് മുന്നിൽ വെക്കാനുള്ളത്. ബാനർജി നമ്മളവിടെ ചെല്ലുമ്പോൾ ശരിക്കും ബാനർജി ജീവിച്ചിരിക്കുന്ന സമയത്താണോ അവിടെ എത്തിപ്പിക്കുന്നത്? അല്ല, ഞാൻ കനലിൽ ചെല്ലുമ്പോൾ ബാനർജണൻ ഇല്ല. ബാനർജണൻ അതിന് മുന്നേ കൊറോണ ടൈമിൽ ബാനർജണൻ പോയതിന് ശേഷം ആണ് എന്നെ വിളിക്കുന്നത്. ഞാൻ ചെല്ലുമ്പോൾ ബാനർജണൻ ഇല്ല. ആ കനലിലൊരു വേദി പങ്കിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിൽ ഭയങ്കരമായിട്ട് കനൽ കുറേ പേരുടെ വിമർശനങ്ങൾ, ബാനർജണൻ ഇല്ലാത്ത വേദിയാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കേട്ടായിരുന്നു. കനലിന് സോഷ്യൽ മീഡിയയിലും ഓരോ പാട്ടുകളിലും നല്ല ചീത്ത വിളിയൊക്കെയായിരുന്നു ഒരു ടൈമിൽ. എന്നെയൊക്കെ കുറേ ചീത്തയൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ പാട്ടുകളിലൊക്കെ ഉണ്ടായിരുന്നു, കുറേ ചീത്ത വിളികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ബാനർജണൻ കൊണ്ടുവന്ന കുറച്ച് സ്റ്റൈലുകളുണ്ട്. ഡ്രംസ് ഉപയോഗിക്കുക, പുതിയ മുഖം. അതായത് എൻ്റെ പാട്ട് ബാനർജണൻ്റെ ഒരു ഇതായിരുന്നു, ആശയമായിരുന്നു. അതായത് എൻ്റെ പാട്ട്, എൻ്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ പാട്ടുകൾ ലോകം മൊത്തം എല്ലാ വാദ്യോപകരണങ്ങളും വെച്ച് കനലിൻ്റെ വേദിയിൽ ചെയ്യണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഇപ്പം നമ്മൾ അപ്ഡേറ്റ് ചെയ്തേക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഒരു ആശയമാണ് ഇപ്പോൾ ചെയ്യണത്. കനൽ വീണ്ടും നമ്മൾ കീബോർഡ് കൊണ്ടുവന്നു, ഡ്രംസ് ഉപയോഗിക്കുന്നുണ്ട്, ബേസ് ഗിറ്റാർ ഉപയോഗിക്കുന്നുണ്ട്. പുള്ളിയുടെ ആശയമാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. ഇപ്പോഴും പുള്ളിയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വലിയ 2 ബോക്സ് ഉണ്ട്, അതിൽ കുറേ പാട്ടുകളുണ്ട്, ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. നമ്മൾ കേൾക്കാത്ത പാട്ടുകളൊക്കെ ഉണ്ട്, കിട്ടത്തില്ല. നമ്മൾ പതുക്കെ പഠിച്ചെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ചെറിയ മറ്റേ സിഗരറ്റിന്റെ പേപ്പറൊക്കെ ഇല്ലേ, അതിലൊക്കെ വരികൾ എഴുതി വെച്ചിട്ടുണ്ട്, കുറേ വരികൾ. അതേപോലെ തന്നെ പുള്ളിയുടെ ആശയങ്ങൾ, അടുത്ത കൊല്ലത്തേക്ക് എൻ്റെ ബാൻഡ് ഇങ്ങനെ ആയിരിക്കണം, ഞാൻ ഇന്നത് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. കർട്ടനൊക്കെ എടുത്ത് മാറ്റി നമ്മൾ അവിടെ പേര് എഴുതിയിട്ടുള്ള കർട്ടനൊക്കെ ഇല്ലേ, അതൊക്കെ കളഞ്ഞ് ഫുൾ ബ്ലാക്കിൽ ലൈറ്റിൻ്റെ ആണെങ്കിലും സംവിധാനമാണെങ്കിലും സൗണ്ടിൻ്റെ ആണെങ്കിലും അഡ്വാൻസ് ടെക്നോളജി വെച്ചിട്ടാണ് നമ്മളിപ്പോൾ കനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊത്തം അത്ര സ്റ്റാൻഡേർഡ്, നല്ല ആർട്ടിസ്റ്റുകളാണ് എല്ലാവരും, ഒന്നിനൊന്ന് മെച്ചത്തിലാണ് എല്ലാവരും. അതേപോലെ 2 പേര് സിനിമയിൽ പാടി. ഇതെല്ലാം ആ കനലിൽ നിന്ന് കിട്ടി തന്നെയാണ്. എനിക്ക് പുറത്തേക്ക് പോകാനുള്ളൊരു അവസരം വരെ കിട്ടിയായിരുന്നു. ദുബായി പോയായിരുന്നു, മസ്കറ്റിലൊരു പ്രോഗ്രാം ചെയ്തു. അതൊക്കെ കനലിൽ ചെന്നതിന് ശേഷം കിട്ടിയതായിരുന്നു. അങ്ങനെ നല്ല ചുണ്ടൻ മകളെ, നല്ല വാഴത്തുമ്പിനാലേ കള്ളു തെളിക്കുമ്പോഴേ എന്റെ ചേരറ്റ പെൺമുട്ട് നല്ല മാലിൽ ചേരിനാലേ
കൗതലിയനല്ലേ കൗതലിയനല്ല രാരിരാരേ ആളുകളായാലും ബാനർജി എന്നുള്ള ഒരു ആ ഓർമ്മ തന്നെ ഈ കനൽ എന്ന പേരിനോടുള്ള അറ്റാച്ച്മെന്റ് ആളുകളുടെ മനസ്സിലുണ്ട്. അതെങ്ങനെയാണ് അപ്പോൾ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നവർക്കത് ആ ഒരു അനുഭവം ആ പ്രേക്ഷകരിൽ നിന്ന് അറിയാൻ കഴിയും. അങ്ങനെ ഒരു അനുഭവം അതെങ്ങനെയാണ് വിലയിരുത്തുന്നത്? ബാനർജിയുടെ ഒരു ട്രൂപ്പിൽ നിന്ന് ആൾ കൊണ്ടുവന്ന ഒരു ട്രൂപ്പിൽ പാടുന്നു എന്നുള്ള ഒരു അനുഭവം അതിനെങ്ങനെ നോക്കി കാണുന്നു? പണ്ട് ബാനർജി അണ്ണൻ തിമിർത്താടിയ കുറേ വേദികളുണ്ട്. അവിടെയൊക്കെ കനലിപ്പോൾ പ്രോഗ്രാം ചെയ്യാൻ ചെല്ലുമ്പോൾ നല്ല അഭിപ്രായമാണ്. അവരാകെ പറയുന്നത് ഇത്രേ ഉള്ളൂ. അവർ കുറേ പേര് കരഞ്ഞിട്ടൊക്കെ കെട്ടിപ്പിടിച്ച് സംസാരിക്കുക. അണ്ണനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ അടിപൊളിയാവായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ ടീമിൻ്റെ പേര് തന്നെ ബാനർജീസ് കനൽ എന്നാണ്. കനലായിരുന്നു ആദ്യം, നമ്മളിതിപ്പോൾ ബാനർജീസ് കനൽ എന്നാക്കിയിട്ടുണ്ട്. പിന്നെ അണ്ണൻ്റെ അനൗൺസ്മെൻറ്റും പഴയ അണ്ണൻ്റെ ടെക്സ്റ്റും അണ്ണൻ്റെ പാട്ടോട് കൂടിയിട്ടാണ് കനൽ സ്റ്റാർട്ട് ചെയ്യണത്. അണ്ണൻ്റെ വോയിസ് ബാക്കിൽ നമ്മൾ പ്ലേ ചെയ്യും. അണ്ണൻ്റെ ഏതാ മഴ പെയ്യുമ്പോഴേ നമ്മുടെ അണ്ണൻ പാടുന്ന പഴയ ഓഡിയോ ഇടി വെട്ടുമ്പോഴേ ഇടി വെട്ടിക്കൊണ്ടിരിക്കണം, മഴ പെയ്യുന്നുണ്ട്, ഇടിയൊക്കെ വെട്ടുന്നുണ്ട്, നിങ്ങൾ സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോഴാണ് ഈ പാട്ട് ബാനർജിയുടെ പാട്ട് പാടി. ആ പാട്ടിന്റെ ഒരു 4 വരി നമുക്കൊന്ന് പാടിയല്ലോ. പിന്നെ തനദിന താനാനാദിന താനാനാനോ തനദിന താനാനാദിന താനാനാനോ മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി ഇടിവെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി ഇടിവെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി മഴ പെയ്യുമ്പോഴേ നമുക്ക് പുട്ടിൽ ചൂടാലോ ഇടിവെട്ടുമ്പോഴേ നമ്മൾ പന്തേ പോവാലോ മഴ പെയ്യുമ്പോഴേ നമ്മൾ പുട്ടിൽ ചൂടാലോ ഇടിവെട്ടുമ്പോഴേ നമുക്ക് പന്തേ പോവാലോ തനദിന താനാനാദിന താനാനാനോ തനദിന താനാനാദിന താനാനാനോ. വളരെ മനോഹരമായ പാട്ടാണ്, മനോഹരമായി പാടുകയും ചെയ്തു. അതും ഒരു അനുഭവത്തിൻ്റെ പഴയ ഒരു അനുഭവത്തിൻ്റെ ഓർമ്മയിൽ നിന്നുള്ള പാട്ടാണ്. ബാനർജിൻ്റെ ഒരുപാട് പാട്ടുകൾ ഇപ്പോഴും തരംഗമാണ് സ്റ്റേജുകളിൽ. ഒരുപാട് പാട്ടുകളൊക്കെ കുട്ടികൾ ഡാൻസ് ചെയ്യാൻ വേണ്ടി നഴ്സറി കുട്ടികൾ പോലും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊച്ചോലക്കിളി എന്ന് പറഞ്ഞ പാട്ട് അങ്ങനെയുള്ള ഒരു പാട്ടാണ്. അരുണ് വളരെ നന്നായി പാടാൻ കഴിയുന്ന ഒരു പാട്ട് കൂടിയാണ്. അപ്പോൾ കൊച്ചോലക്കിളിയുടെ കുറച്ച് വരികളൊന്ന് ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടാം. കൊച്ചോലക്കിളി പാടാം. ഞാൻ കൊച്ചോലക്കിളി ആദ്യമായിട്ട് ബാനർജിനെ പാടുന്ന ലൈവ് കേട്ടിട്ടുണ്ട്. ഒരു ഉദ്ഘാടനത്തിന് വന്നിട്ട് എന്തൊരു രസമൊക്കെ ലൈവ് പുള്ളി പാടുന്നതൊക്കെ. അദ്ദേഹത്തിൻ്റെ വരുന്നില്ല, എന്നാലും 2 പേര് എനിക്ക് ഇഷ്ടപ്പെട്ട 2 പേര് ഞാൻ പാടാം. കൊച്ചോലക്കിളിയെ മരതക കാടു തേടുന്നവളെ കൊച്ചോളം കുറുകും തീരത്തുനി തേടുവതാരയാണോ തക തക തിന്തോ തിന്താര തക തക തിന്തിമി തിന്താര തിന്തോ തിന്താര തക തക തിന്തിമി തിന്താര ഒറ്റക്കിരിപ്പവളെ പദം പറഞ്ഞൊച്ച വെക്കാതിരിയോ ഒറ്റക്കിരിപ്പവളെ പദം പറഞ്ഞൊച്ച വെക്കാതിരിയോ ഒറ്റയ്ക്കു തന്നെയല്ലേ വരുവതും പോവതും നമ്മളെന്നും തക തക തിന്തോ തിന്താര തക തക തിന്തിമി തിന്താര തിന്തോ തിന്താര തക തക തിന്തിമി തിന്താര. വളരെ മനോഹരമായിട്ട് ആ പാട്ട് ആ ഒരു ഓർമ്മ നമുക്ക് സമ്മാനിച്ചു. ഇപ്പം കനലിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ നാട്ടിൽ വരുമ്പോൾ എങ്ങനെയാണ് ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം? ആളുകളുടെ പഴയ കൂട്ടുകാരൊക്കെ ഒരു എങ്ങനെയാണ് അവരിപ്പോൾ നോക്കി കാണുന്നത്? ചിലപ്പോൾ മിക്കവാറും യൂട്യൂബോ അങ്ങനെയുള്ള സമൂഹ മാധ്യമങ്ങളിലായിരിക്കും അരുണിനെ കൂടുതൽ ഇപ്പോൾ കാണുന്നത്. അപ്പം എങ്ങനെയാണ് ആളുകളുടെ ഇപ്പോൾ കൂട്ടുകാരുടെ സമീപനം എങ്ങനെയാണ് ഇപ്പോൾ പൊതുവെ? എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എല്ലാവരും പുതിയ പാട്ടുകൾ വരുമ്പോഴാണെങ്കിൽ പോലും, പുതിയ വീഡിയോസ് വരുമ്പോഴാണെങ്കിൽ പോലും എല്ലാവരും ഷെയർ ചെയ്ത് ഇപ്പോൾ കുറേ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കുറേ പറയും, കുറ്റമൊക്കെ പറയും അവന്മാർ. ഇങ്ങനെ ചെയ്യായിരുന്നു പറഞ്ഞിട്ട് കുറേ സജഷൻസ് ഒക്കെ പറയും അവന്മാർ. ഭയങ്കര ഹെൽപ്പാണ് എല്ലാവരും. വീട്ടുകാരാണെങ്കിൽ പോലും ഇങ്ങനെ ഇത്ര ദിവസം പ്രോഗ്രാമിന് മാറിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് വീട്ടിൽ അത്ര അവസ്ഥ ഭയങ്കര ഭീകരമാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പ്രോഗ്രാമിന് വിടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. വീട്ടുകാർ സപ്പോർട്ടില്ലാണ്ട് നമുക്ക് ഒന്നും നടക്കില്ല. വീട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് നമ്മളെ. ആരൊക്കെയാണ് വീട്ടിലുള്ളത്? നമ്മുടെ വീട്ടിൽ എൻ്റെ അച്ഛനുണ്ട്,
അമ്മയുണ്ട്, പിന്നെ അനീത്തിയുണ്ട്, അമ്മൂമ്മയുണ്ട്, അമ്മയുടെ അമ്മയുണ്ട് വീട്ടിൽ. അനീത്തി പാട്ട് പാടുമോ? നാടൻ പാട്ട് പാടുന്ന ആൾ തന്നെയാണോ അനീത്തിയും? അനീത്തി അടിപൊളി നല്ല പാട്ടുകാരിയാ. എന്താണ് പേര് വരുന്നത്? അനഘ. അനഘ എന്നാണ് പേര്. രാരി രേ രാ രാരി രാരി രാരേ രാരി രേ രാ രാരി രാരി രാരേ ഏരേരി 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 ഏരോ ഏരേരി ഏരേരി ഏരേരിരോ ചെക്കലാടിക്കും മുൻപേ തെയ്യന്താര ചെമ്പട്ട് വീശും മുൻപേ തെയ്യന്താര ചെമ്പാവും പാടത്തെ ചാത്തനും നീലിയും തമ്പ്രാൻ പാടി കടന്നേ തെയ്യന്താര തകതാര തകതിമിതാര തകതിമിതാര തകതിമിതോ തകതാര തകതിമിതാര തകതിമിതാര തകതിമിതോ. വളരെ മനോഹരം. അരവാ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ അത്രയും എന്നെ കളിയാക്കിയതാണെങ്കിൽ അങ്ങനെയല്ല, ഇത് ആസ്വദിച്ച് കൂടെ നിൽക്കാന്ന് പറഞ്ഞാൽ വലിയ കാര്യം. നമ്മളെല്ലാ കലയുടെ ഒരു ആസ്വാദകനാണ്. പാടാൻ എന്ന് പറയും, പാടുക എന്ന് പറയുന്നത് ആസ്വാദകരുള്ളതുകൊണ്ടാണ് നമ്മളെ പോലുള്ളവര് ഇപ്പോഴും വേദികളാണെങ്കിൽ പോലും നമുക്ക് കിട്ടുന്നതും. നിങ്ങളെ പോലെ കുറെ ആസ്വാദകരുള്ളതാണ് മെയിനായിട്ട് കയറി പോകുന്നത്. പാടുക എന്ന് തന്നെ പറയുമ്പോൾ തന്നെ വലിയൊരു ദൈവദത്തമായിട്ടുള്ള കലയാണ്. ഏറ്റവും പവിത്രമായ അല്ലെങ്കിൽ ഏറ്റവും അത്രയും വലിയൊരു കലയാണെന്ന് പറയും. അത് ഇപ്പോൾ ഏത് പാട്ടാണെങ്കിലും, ദാസേട്ടൻ പാടാണെങ്കിലും അപ്പുറം നഞ്ചിയമ്മ പാടിയാലും പാട്ട് തന്നെയാണ്. അത് ശാസ്ത്രീയമാണോ അല്ലയോ എന്നുള്ളതല്ല. ഇപ്പൊ നഞ്ചിയമ്മയ്ക്ക് അവാർഡ് കിട്ടിയപ്പോൾ അത് ശാസ്ത്രീയതയെ കുറിച്ച് ചർച്ചയുണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. വളരെ മോശമായിരുന്നു എന്ന് പറയാം അങ്ങനെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. കാരണം അത് ആസ്വാദകൻ എന്ന നിലയിൽ എല്ലാ പാട്ടുകളെയും അതിൻ്റേതായ തനിമയോടെയാണ് ഉൾക്കൊള്ളേണ്ടത്. അല്ലെങ്കിൽ അതിൽ ശാസ്ത്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടോടെ എല്ലാ പാട്ടുകളും ഉൾക്കൊള്ളേണ്ടത്. അവർ പാടുന്ന അവരുടെ പാട്ടാണ്. അവർക്ക് ചെറുപ്പം മുതലേ ലഭിച്ച കൈമുതലായി വന്ന അവരുടെ വംശീയ സംഗീതത്തിലെ ഈ താളമാണ് അവരുടെ മനസ്സിലുള്ളത്. അതാണ് അവർ പാടിക്കൊണ്ടിരിക്കുന്നത്. അതെന്നും അവരങ്ങനെ തന്നെയാണ് പാടുന്നത്. ഇന്ന് അവർക്ക് അവാർഡ് ലഭിച്ചു എന്ന് പറഞ്ഞാൽ അവർ ശാസ്ത്രീയ സംഗീതം പഠിക്കാൻ പോകുന്നില്ല. അവർക്ക് ആ പാട്ട് തന്നെ പാടാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കരുത്ത് തന്നെയാണ്. ഇപ്പോൾ അരുണിനെ നോക്കിയാലും ആ ഒരു കരുത്ത് അച്ചാച്ചൻ്റെയും ഈ പൂർവികമായി ലഭിച്ച ആ ഒരു കരുത്ത്, അല്ലെങ്കിൽ സമുദായത്തിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങൾ, പിന്നീട് വന്നത് നോക്കുമ്പോൾ ക്ലബ്ബ്, അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഒരു ബാൻഡ്, അങ്ങനെയുള്ളതിനൊക്കെ ലഭിച്ച ഒരു കരുത്താണ് അരുണിനെ ഇവിടെ വരെ എത്തിച്ചത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് നേരെ അരുണിനെ ഇവിടെ പിടിച്ചിരുത്തിയിട്ട് അരുണിന് യാത്രകൾ ഒരുപാട് ചെയ്യാനുണ്ട് എന്ന് അരുൺ പറയുന്നുണ്ട്. അല്ലെങ്കിൽ വിടില്ലായിരുന്നു, കുറച്ച് നേരം കൂടി നമ്മൾ സംസാരിച്ചേനെ. അപ്പോൾ അവസാനമായിട്ട് അരുണിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാടൻ പാട്ട്, അത് നമുക്ക് വേണ്ടി മാക്സിമം പാടാൻ പറ്റുകയാണെങ്കിൽ ഫുള്ള് പാടാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അതോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ അരുണായിരുന്നു നമ്മുടെ കൂടെ ഉള്ളത്. ഇത്ര നേരം തന്നെ അദ്ദേഹം നമ്മുടെ കൂടെ ഇരുന്നത് വളരെ സന്തോഷമുണ്ട്. താങ്കളുടെ വിലപ്പെട്ട സമയം അത് മാറ്റിവെച്ചത്, വിലപ്പെട്ടത് എന്ന് ഞാൻ പറയുന്നത് വെറുതെ അല്ല. കാരണം അദ്ദേഹം വേറൊരു സ്ഥലത്തേക്ക് പോകാതിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമയം ഒരുപാട് വൈകി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഗ്രാമവിശേഷങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും നേരം ചെലവഴിച്ചതിന് എല്ലാവരുടെയും നന്ദി ഇവിടെ രേഖപ്പെടുത്തിയാണ്. സന്തോഷം. അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി അവസാനമായിട്ടൊരു പാട്ട്, ആ പാട്ടോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. അത്തിന്തോ തിന്തിന്തോ തകതയ്യതിനന്തോ തകതിന്തോ തിന്തിന്തോ തകതയ്യതിനന്തോ അത്തിന്തോ തിന്തിന്തോ തകതയ്യതിനന്തോ തകതിന്തോ തിന്തിന്തോ തകതയ്യതിനന്തോ. ഞാനിത്തറ താന്നവനാണെന്നാരു പറഞ്ഞേ, ഞാനിത്തറ താന്നവനാണെന്നാരു പറഞ്ഞേ, ഞാനിത്തറ താന്നവനാണെന്നാരു പറഞ്ഞേ, ഞാനിത്തറ താന്നവനാണെന്നാരു പറഞ്ഞേ. താന്നവാൻ എന്നുള്ള നാമവും പ്രസ്ഥാനമാവും, താന്നവാൻ എന്നുള്ള നാമവും പ്രസ്ഥാനമാണ്, താന്നവാൻ എന്നുള്ള നാമവും പ്രസ്ഥാനമാണ്, താന്നവാൻ എന്നുള്ള നാമവും പ്രസ്ഥാനമാണ്. അത്തിന്തോ തിന്തിന്തോ തകതയ്യതിനന്തോ തകതിന്തോ തിന്തിന്തോ തകതയ്യതിനന്തോ അത്തിന്തോ തിന്തിന്തോ തകതയ്യതിനന്തോ തകതിന്തോ തിന്തിന്തോ തകതയ്യതിനന്തോ. നന്ദി.
ഏഴല്ല ഏഴായിരം വർണ്ണങ്ങൾ പൂക്കുമാ പൂമിഴി പൂട്ടഴകേ കടപ്പാട്